5 signs that you are being manipulated. നിങ്ങളെ മറ്റൊരാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ 5 ലക്ഷണങ്ങൾ ഈ വീഡിയോയിലൂടെ നോക്കാം. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളറിയാതെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, നമ്മളറിയാതെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നമ്മളുടെ പീസിനെ നഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന അവർ നമ്മളോടുള്ള സ്നേഹമാണെന്നാണ്. അവർ സ്നേഹമല്ല എന്നറിയിക്കുന്ന പല സൂചനകൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് വൺ ഈസ് യു ഫീൽ ഗിൽറ്റി ഓൾവേസ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വെക്കുക. ഫ്രണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, അത് ഫ്രണ്ടാണോ, ലവറാണോ, ഹസ്ബൻഡാണോ, വൈഫാണോ, അങ്ങനെയൊന്നുമില്ല, ആര് വേണമെങ്കിലും ആവാം. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ ഗിൽറ്റി തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടന്നു, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് അപ്പോൾ അവിടെ പോകാനുള്ള ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അവർ പോയി. പക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് പോകാൻ സാധിക്കാതെ വരുമ്പോൾ ഇവർ പറയാൻ തുടങ്ങും, ഞാൻ പോയി, അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്, എന്നിട്ട് നീ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല, അത് നല്ലതല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സാധാ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോലൊക്കെയാണ് സംസാരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഉള്ളിൽ ഇത് ഗിൽറ്റി ആയിട്ട് തോന്നും, അയ്യോ ഞാൻ പോയില്ലല്ലോ എന്നൊക്കെ. മേ ബി അവർക്കും അറിയായിരിക്കും റീസൺ, ഈ പറയുന്ന സുഹൃത്തിനും അറിയായിരിക്കും റീസൺ എന്താണെന്നൊക്കെ. പക്ഷെ എന്നാലും ഒരു രസം, അവർ നമ്മളെ ഉള്ളിൽ നമുക്ക് ഗിൽറ്റി തോന്നിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും. അത് ഒരു തവണയല്ല, പല തവണ പല സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴൊക്കെ നമ്മളെ കുത്തി വേദനിപ്പിക്കാൻ പറ്റുന്ന ടൈമിലെല്ലാം ഇവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഫസ്റ്റ് സൈൻ. സെക്കൻഡ് വൺ ഈസ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കഴിവാണ്. അതായത് അവരൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടോ എന്തെങ്കിലും ഒന്ന് വന്നു എന്ന് വിചാരിക്കുക. ഈ കൂട്ടര് നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ ചെയ്ത രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. പറഞ്ഞ കാര്യത്തെ അങ്ങോട്ട് ഫ്ലിപ്പ് അടിച്ചിട്ട് അത് നീ പറഞ്ഞതാണെന്നൊക്കെ. അത് കൂടുതൽ റിലേഷൻഷിപ്പിലാണ് ഉള്ളത്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങും. പതിയെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് സംശയമായി, ദൈവമേ ഇനി ഞാൻ തന്നെയാണോ അത് ചെയ്തത് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇവർ സംസാരിക്കും. അതൊരു ഭയങ്കര കഴിവാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. നമ്മൾ അറിയില്ല ഇവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്. ഇപ്പം നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ, നമ്മളെ അധികം സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അവർക്ക് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവരങ്ങനെയല്ല. എങ്ങനെയെങ്കിലുമൊക്കെ അത് നമ്മളാണെന്ന് പറയണം, നമ്മൾ സ്വയം വിഷമിക്കണം. അതൊക്കെ കാണുമ്പോൾ സ്വയം ആനന്ദം കണ്ടെത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതാണ് രണ്ടാമത്തെ രീതി. തേർഡ് വൺ ഈസ് യു കാൺട്ട് സേ നോ. ഈ കൂട്ടുകാരുടെ അടുത്ത് നമുക്ക് നോ പറയാൻ പറ്റത്തില്ല. നോ എങ്ങാണം പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ നീ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തു, നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്ത് തന്നതല്ലേ, നിനക്ക് വേണ്ടി ഞാൻ ഇത് തന്നതല്ലേ, എന്നിട്ട് ഞാനൊന്ന് പറഞ്ഞപ്പോൾ നിനക്കിത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പറ്റില്ലേ. അവരൊരിക്കലും നമ്മളുടെ കറണ്ട് സ്റ്റേജ്, നമ്മൾ ഏത് മൂഡിലാണോ ഉള്ളത്, നമുക്കത് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ എന്നൊന്നും ആലോചിക്കത്തില്ല. വീണ്ടും കുത്തി പറയും, നീ അത് ചെയ്തില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്വയം പേടി കാരണം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പോകുമോ എന്നോ, അല്ലെങ്കിൽ ഒരു ബന്ധം പോകുമോ എന്നുള്ള പേടി കാരണം യെസ് പറയും. ഇത് മിക്ക റിലേഷൻഷിപ്പിലും ഉള്ള കാര്യമാണ്. ഫോർത്ത് വൺ ഈസ് യു ഓൾവേസ് നീഡ് ദെയർ അപ്രൂവൽ. നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് അവരുടെ അപ്രൂവൽ ഇല്ല, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. നമ്മളൊരു അപ്രൂവൽ ചോദിച്ചാലോ, അത് ഞാൻ മാത്രമായി പോകില്ലേ, എനിക്ക് നീ അല്ലാതെ വേറെ ആരുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരുന്നു എന്ന് വിചാരിക്കുക. ആ നല്ലത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് അപ്രൂവൽ വാങ്ങേണ്ടി വരുന്നതേ തെറ്റാണ്. ഓക്കെ, ആവശ്യമില്ലാത്ത അപ്രൂവലും കാര്യങ്ങളും ഒന്നും ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എന്നാലും ഇവർ അപ്രൂവൽ തരില്ല. ഇവർ അയ്യോ അങ്ങനെ പറയാൻ പാടുണ്ടോ, ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ഞാൻ ഒറ്റയ്ക്കായി പോകും, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കുക, ഇല്ലെങ്കിൽ നിനക്ക് പോകാം. ഈ രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ അടുത്ത സക്സസ്സിലേക്ക് പോകാൻ അനുവദിക്കേയില്ല. ഇക്കൂട്ടരെ സൂക്ഷിക്കണം. ഫിഫ്ത്ത് വൺ ഈസ് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇവർക്ക് ഈ ഭയങ്കരമായിട്ട് ഇതിലൊരു കഴിവുണ്ട്. ഇതെങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. പല കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തിൻ്റെ പേരിൽ നമ്മളെ ഇമോഷണലി ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, എന്നെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും നാളും ചെയ്തു തന്നതിൽ നിനക്ക് എന്തെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ, യു ഹാവ് ടു ഡു ദിസ് ഫോർ മീ. ഈ രീതിയിൽ നമ്മുടെ അടുത്ത് സംസാരിച്ച് നമ്മളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇതൊക്കെ
അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്നാണ്. പക്ഷേ സ്നേഹത്തിന് അപ്പുറം ചില ആൾക്കാർ ഭയങ്കര പൊസസീവ് ഒക്കെ നല്ലതാണ്, പക്ഷേ ഓവർ പൊസസീവായി നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റിയൽ ലവ് എന്ന് പറയുന്നത് ഫ്രീഡമാണ്. അല്ലാതെ പേടിച്ചോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളായിട്ട് അംഗീകരിക്കുന്നതാണ് ആക്ച്വലി റിയൽ ലവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക. നിങ്ങളുടെ ലൈഫ് ഇതുപോലുള്ള ആരെങ്കിലും അറിയാമോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ലൈഫിൽ നേരിടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.